ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എൻ്റെ പേര് ഡോക്ടർ ജാൻ എലിസബത്ത് ജോസഫ്. ഞാൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സോ ഇന്ന് നിങ്ങൾക്ക് ഈ സെഷൻ ഓൺലൈൻ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് പ്രോജക്ട് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് നിങ്ങളുടെ AC പേപ്പറിന്റെ ബ്ലോക്ക് 1 ആണ്. സോ ഇന്ന് നിങ്ങൾക്ക് ഷെഡ്യൂൾ പ്രകാരം മായ ടീച്ചറാണ്, പക്ഷേ ടീച്ചറിന് വേണ്ടി ബ്ലോക്ക് 1 ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ബ്ലോക്ക് 2 തേഴ്സ്ഡേ ഫ്രൈഡേ ആയിട്ട് മായ ടീച്ചർ നിങ്ങൾക്ക് കവർ ചെയ്യും. ഓക്കെ, സോ ഈ പേപ്പറിൽ ബ്ലോക്ക് 1 നമുക്ക് 3 യൂണിറ്റ്സ് ആണ് ഉള്ളത്. സോ ഇന്ന് നമ്മൾ പരമാവധി യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 കവർ ചെയ്യാനായിട്ട് നോക്കും. സോ യൂണിറ്റ് 1 നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നോക്കുക. അതായത് ഈ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ബേസിക് അടിസ്ഥാന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ് നമ്മൾ ഈ യൂണിറ്റിൽ ചെയ്യുക. രണ്ടാമത്തെ യൂണിറ്റ് പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ, തേർഡ് യൂണിറ്റ് പ്രോജക്റ്റ് വർക്ക് പ്ലാൻ ആൻഡ് ടൈം ഫ്രെയിം ഓൺ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ബേസിക് കോൺസെപ്റ്റ്സ്. സോ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം തന്നെ നമുക്ക് പ്ലാൻ എന്താണ്, പ്രോഗ്രാം എന്താണ്, പ്രോജക്റ്റ് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. സോ പ്ലാൻ, പ്രോഗ്രാം, പ്രോജക്റ്റ് ഇതിനെല്ലാം ഏകദേശം ഒരേ രൂപമാണുള്ളത്. പക്ഷേ ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഏതൊരു രീതിക്കാണോ നടത്തിക്കൊണ്ടുപോകുന്നത് അതിലാണ് ഇവരിൽ തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത്. സോ പ്ലാൻ, പ്രോജക്ട്സ്, പ്രോഗ്രാംസ് ഇതിനെല്ലാം ഒരേ തരത്തിലുള്ള ഒരു മിഷൻ ഉണ്ടാകും, വിഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടാകും. അതായത് ഒരു പെർട്ടിക്കുലർ റിസൾട്ട് ഏറ്റെടുക്കണം അല്ലെങ്കിൽ അത് ഒബ്റ്റെയിൻ ചെയ്യണം എന്നുള്ള ബോധ്യത്തോടെയാണ് നമ്മൾ ഐദർ പ്ലാൻ, പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു രൂപം അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ്ലി ചെറുതാകാം, അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ബി എ ലാർജ് സ്കെയിൽ പ്രോജക്റ്റ്. കൂടാതെ ഇത് എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ ചെയ്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്നത് ആൻഡ് ഇതിന്റെ ഭാഗമാകുന്ന എലമെന്റ്സ് എന്താണെന്ന് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പ്ലാൻ ആണോ, പ്രോഗ്രാം ആണോ, പ്രോജക്റ്റ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഒരു പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ സിംഗിൾ യൂസ് ബ്ലൂ പ്രിന്റ് ക്രിയേറ്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഓർ ടൈം ഫ്രെയിം. അതായത് പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ യൂസ് ബ്ലൂ പ്രിന്റ് ആയിട്ട് വേണം കാണാൻ. അതിനൊരു സ്പെസിഫിക് പർപ്പസ് ഉണ്ടാകും, ഒരു നിശ്ചിത ടൈം ഫ്രെയിം ഉണ്ടാകും. സോ ഇറ്റ് ഈസ് ഓഫൻ ക്യാൻസൽഡ് ഓർ ആർക്കൈവ്ഡ് വൺസ് ഇറ്റ്സ് ഗോൾ ഇസ് റിയലൈസ്. സോ എപ്പോഴാണോ നമ്മൾ ആ പ്ലാൻ പ്രകാരം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം നടത്തിയെടുക്കുന്നത് അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും, ആ പ്ലാൻ അവിടെ പൂർണ്ണമായി അതോടെ അവിടെ അത് റിയലൈസ് ചെയ്യപ്പെട്ടു. സോ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഷെഡ്യൂൾ. ഇപ്പൊ നിങ്ങൾക്ക് ഓരോ ആഴ്ചയും നിങ്ങളുടെ ടൈം ടേബിൾ പോലെ ഓൺലൈൻ ഷെഡ്യൂൾസ് അയച്ചു തരും അല്ലെ. ഈ ഷെഡ്യൂൾസ് എന്താണ്, നിങ്ങൾക്ക് അതാത് ആഴ്ചകളിലുള്ള ക്ലാസ്സുകളാണ്. അതാത് ആഴ്ചകളിലുള്ള ക്ലാസ് കംപ്ലീറ്റ് ആകുന്നതോടെ എന്ത് സംഭവിക്കുകയാണ്, ആ ഷെഡ്യൂൾ അല്ലെങ്കിൽ ആ പ്ലാൻ അവിടെ കംപ്ലീറ്റ് ആകപ്പെട്ടു. സോ പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, a program is a collection of group of multiple projects conducted in harmony to realize a common overarching benefit. So program എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പ്ലാൻസ്, മൾട്ടിപ്പിൾ പ്ലാനുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഒത്തുചേരുന്നതിനാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെയും സിമിലാരിറ്റി എന്തിലാണ്, ഇത് പ്രവർത്തിക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. സോ ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ എ ലാർജർ സ്കെയിൽ ആൻഡ് ഫോക്കസസ് പ്രൈമർലി ഓൺ ലോങ് ടേം ബെനിഫിറ്റ്സ്. സോ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ ഒരു ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പദ്ധതികളാണ്. കൂടാതെ ഇവിടുത്തെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ബെനിഫിറ്റ് നൽകുന്ന തരത്തിലുള്ളതാണ്. സോ an എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ പേയ്മെന്റ് ആപ്ലിക്കേഷൻ ഡിസൈൻ ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ഫീച്ചേഴ്സ്. അതായത് ഇപ്പൊ ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ ആ ആപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിന്റെ ഉള്ളിൽ പലതരത്തിലുള്ള പ്രോജക്ട്സ് ഉണ്ട് അല്ലെ. പലതരത്തിലുള്ള ഫീച്ചേഴ്സിനാണ് നമുക്ക് പ്രോജക്ട്സ് ആയിട്ട് കണക്കാക്കാം. സോ അത് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്, ഒരേ സമയം മൾട്ടിപ്പിൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതേപോലെയാണ് ഒരു പ്രോഗ്രാം. ഇനി ലെറ്റ് us look at what is a project. സോ ഈ പേപ്പറിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള കാര്യമാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫെമിലിയർ ആണ്, ഈ ടേം നമ്മൾ പല രീതിക്ക് കേട്ടിട്ടുണ്ട് അല്ലെ. either സ്കൂളിൽ നമ്മൾ അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ആകാം, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു റെനോവേഷൻ നടക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോജക്റ്റ് ആയിട്ട് പറയും. കൂടാതെ നമ്മളുടെ ചുറ്റുപാടും നമ്മുടെ എൻവയോൺമെന്റിൽ നടക്കുന്ന പല പദ്ധതികളെയും നമ്മൾ പറയുന്നത് എന്താണ്, ദോസ് ആർ ഓൾസോ പ്രോജക്ട്സ്. സോ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ടെമ്പററി ഓപ്പറേഷൻ ഓർ എൻ എൻഡവർ അണ്ടർടേക്കൻ ടു അച്ചീവ് ഡിസ്റ്റിങ്ക്റ്റീവ് objectives within a stipulated time frame, budget and resource constraint. സോ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്
ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യക്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറയുന്നുണ്ട്. ആ ഓരോ ഒബ്ജക്റ്റീവ്സും നിശ്ചിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ നടപ്പാക്കി എടുക്കണമെന്നാണ് നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ കരുതിയിട്ടുണ്ട്. ആൻഡ് കൂടാതെ എന്താണ്, ഇതിനെല്ലാം പ്രവർത്തനത്തിനെയും നിയന്ത്രിക്കുന്ന രീതിയിൽ ഒരു റിസോഴ്സ് കൺസ്ട്രെയിൻ ഉണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ബഡ്ജറ്റ് ആൻഡ് ടൈമിനുള്ളിൽ വേണം കാര്യങ്ങൾ നമ്മൾ നടത്തിയെടുക്കാനായിട്ട്. സോ അതാണ് ആ റിസോഴ്സ് കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക്. സോ ഇതിന് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് നൽകിയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ ടെമ്പററി എൻഡവർ അണ്ടർടേക്കൺ ടു ക്രിയേറ്റ് എ യുണീക് പ്രോഡക്റ്റ്, സർവീസ് ഓർ റിസൾട്ട്. സോ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് നൽകിയിരിക്കുന്ന ഡെഫിനേഷൻ ആണ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് എന്താണ്? ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ്, സർവീസ് അല്ലെങ്കിൽ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി അണ്ടർടേക്ക് ചെയ്യുന്നതിനെയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ISO 1006 അവർ നൽകിയിരിക്കുന്ന ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ യുണീക് പ്രോസസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് കോർഡിനേറ്റഡ് ആൻഡ് കൺട്രോൾഡ് ആക്ടിവിറ്റീസ് വിത്ത് സ്റ്റാർട്ടിംഗ് ആൻഡ് ഫിനിഷിംഗ് ഡേറ്റ്സ് അണ്ടർടേക്കൻ ടു അച്ചീവ് ആൻ ഒബ്ജക്ട് confirming specific requirements including the constraints of time, cost and resources. So ഇതൊരു കുറച്ചും കൂടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് അല്ലേ? കാരണം എന്താണ്, ഇവിടെ പ്രോജക്റ്റിന്റെ എല്ലാ ഘടകങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും, അതിനൊരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് ഉണ്ടാകും. അതാണ് നമ്മൾ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. കൂടാതെ എന്താണ്, ആ പ്രോജക്റ്റ് നടത്തിയെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ എൻവിഷൻ ചെയ്തിരിക്കുന്ന കാര്യം നടത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കരുതിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്പെസിഫിക് റിക്വയർമെന്റ്സ് ആ പ്രോജക്റ്റിന്റെ ഭാഗമാക്കിക്കൊണ്ടാണ് നമ്മൾ അതിനെ പ്ലാൻ ചെയ്യുന്നത്. സോ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടൈം, കോസ്റ്റ് ആൻഡ് റിസോഴ്സസ് കൺസ്ട്രെയിൻ അവിടെ നമ്മൾ ബോധപൂർവമാണ് ഇത് കരുതിക്കൊണ്ട് പ്ലാൻ ചെയ്യുന്നത്. സോ ഇനി വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോജക്റ്റ്? സോ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ, എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. 2 മാർക്സിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോജക്റ്റ് എന്ന്. സോ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിന് അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഉണ്ട്. അത് നമ്മൾ ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാക്കിക്കണം. സോ ആ ഡെഫിനിഷനിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ അറിയാമെങ്കിൽ തന്നെ ഒരു പ്രോജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ സാധിക്കും. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ഡെഫിനിഷൻസ് തന്നെ നമുക്കൊരു ഐഡിയ ലഭിക്കും അല്ലേ? ആദ്യം തന്നെ എന്താണ്, സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു, വ്യക്തമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ റിസോഴ്സ് കൺസ്ട്രെയിനും അതിന്റെ ഒരു ഭാഗമാകുന്നു. കൂടാതെ എന്താണ്, ഒരു സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് ഉണ്ട്, അതുകൊണ്ട് എന്താണ് നമ്മൾ പറയുന്നത്, ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിം ഓരോ പ്രോജക്റ്റിന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. ആൻഡ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അതായത് നമ്മൾ പ്രോജക്റ്റിന്റെ ഭാഗമായിക്കൊണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് പറയാനല്ലേ. സോ ആ ഒബ്ജക്റ്റീവ്സ് എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്തി എടുക്കണം എന്നില്ല. അതായത് നമ്മൾ എൻവിഷൻ ചെയ്യുമ്പോഴത്തേക്ക്, അതായത് നമ്മളുടെ ഒരു അറിവിൽ നിന്നാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഫീൽഡിൽ പോയി വ്യക്തമായി നമ്മൾ ആ ഒരു വിഷയത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് അതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാകുക. സോ ആ റിയാലിറ്റി മനസ്സിലാകുമ്പോഴത്തേക്ക് മേ ബി നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അത് പഠിക്കാൻ സാധിക്കണമെന്നോ അല്ലെങ്കിൽ ആ ടൈം ഫ്രെയിമിനുള്ളിൽ നടത്തിയെടുക്കണം എന്നില്ല. സോ അതാണ് ആ ഒരു റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് റിക്വയർസ് ക്രോസ് ഫങ്ഷണൽ ടീംസ് ആൻഡ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച്. ഒരു വ്യക്തിയായിട്ട് അണ്ടർടേക്ക് ചെയ്യുന്നതല്ല ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. അതിന്റെ പിറകിൽ ഒരു ലാർജ് ടീം ഉണ്ടാകും. അതായത് ഫീൽഡിൽ പോയി ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടും ഡേറ്റ അനാലിസിസ് നടത്താനായിട്ടും ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യാനായിട്ടും റിപ്പോർട്ടിങ്ങിനായിട്ടും എല്ലാം ദർ വിൽ ബി ഡിഫറെന്റ് പീപ്പിൾ. സോ അതിന്റെ പിറകിൽ എന്താണ്, ഒരു ലാർജ് ടീം ഉണ്ടാകും. കൂടാതെ എന്താണ്, ഒരു ഇന്റർഡിസിപ്ലിനറി നേച്ചർ ഉള്ളതാണ് പലപ്പോഴും പ്രോജക്ട്സ്. ആൻഡ് ഒരു പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്ക് അതിനൊരു വ്യക്തമായിട്ടുള്ള ലൈഫ് സൈക്കിൾ ഉണ്ട്. വ്യക്തമായിട്ടുള്ള ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ കൃത്യമായിട്ട് എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നടത്തേണ്ട ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് പ്രപ്പോസലിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകും. അതായത് ഏതൊരു സമയത്താണോ നമ്മൾ തുടങ്ങുന്നത്, ഓരോ ടാസ്ക് ഏത് സമയത്തിനുള്ളിലായിരിക്കും നമ്മൾ നടപ്പാക്കുക, ആൻഡ് ടെൻറ്റേറ്റീവ്ലി എപ്പോഴായിരിക്കും ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള എല്ലാം ആ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടാകും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ സിംഗിൾ പോയിന്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടാകും ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ആ വ്യക്തി ആയിരിക്കും ആ പ്രോജക്റ്റിന്റെ ഫേസ് ആയിട്ട് അപ്പയർ ചെയ്യുക. അതായത് ആ പ്രോജക്റ്റ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ആ പ്രോജക്റ്റിനെ ഫണ്ട് ചെയ്യുന്ന സ്ഥാപനത്തിന്റെയും ഇടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ട് നടക്കുന്ന ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലുള്ള ആളിൽ കൂടെ ആയിരിക്കും. സോ ദർ വിൽ ബി എ സിംഗിൾ പോയിന്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
തുടങ്ങുന്നത് എപ്പോഴാണ്, അവസാനിക്കേണ്ടത് എപ്പോഴാണ്, നമ്മൾ വ്യക്തമായിട്ട് പ്രോജക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. സോ ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ലെറ്റ് us look at what is project planning. So project planning എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എൻ ഇനിഷ്യൽ പ്രോസസ് occurring even before formal funding applications are submitted. സോ ഒരു പ്രോജക്ട് പ്ലാനിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ വാക്ക് ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണ്. പ്രോജക്റ്റ് നമ്മൾ എന്താണ് ആ പ്രപ്പോസൽ രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ അതിന്റെ പിറകിൽ നടക്കുന്ന വർക്കിനെയാണ് നമ്മൾ പ്രോജക്ട് പ്ലാനിംഗ് ആയിട്ട് പറയുന്നത്. സോ ഫോർമലി നമ്മളൊരു പ്രപ്പോസൽ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ആ ആന്റിസിപ്പേഷനിൽ നിന്ന് തുടങ്ങുന്നത് തന്നെയാണ് പ്രോജക്ട് പ്ലാനിംഗ്. സോ പ്രോജക്ട് പ്ലാനിംഗ് കൂടെ ഇറ്റ് പ്രൊവൈഡ്സ് എ ഹോളിസ്റ്റിക് പെർസ്പെക്ടീവ് ഓൺ പ്രോബ്ലം ഡെഫിനിഷൻ, ഫീസിബിലിറ്റി ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ, വീഡിങ് ഔട്ട് അൺറിയലിസ്റ്റിക് ഓർ ഓവർ അംബിഷ്യസ് ഗോൾസ്. സോ പ്രോജക്ട് പ്ലാനിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്ട് പ്ലാനിങ് വഴി നമ്മൾ ഏതൊരു പ്രോജക്റ്റിനെയാണോ അണ്ടർടേക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിനെ കുറിച്ചാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് എത്രത്തോളം പ്രാബല്യത്തിൽ നമുക്ക് പ്രാക്ടിക്കലി നടത്തിയെടുക്കാൻ സാധിക്കും, അതിന്റെ ഒരു ഫീസിബിലിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് എത്രത്തോളം നടത്തിയെടുക്കാൻ നമ്മൾക്ക് കഴിയും എന്നുള്ളത് നമ്മൾ അവിടെ ഒരു ധാരണ അതിനെക്കുറിച്ച് വരുത്തുകയാണ്. കൂടാതെ നമ്മൾക്ക് എന്തോരം റിസോഴ്സസ്, അതായത് ഫണ്ട് ആയാലും വ്യക്തികളായാലും സ്ഥലം ഇൻഫ്രാസ്ട്രക്ചർ ആയാലും എല്ലാ തരത്തിലുള്ള എന്തൊക്കെ റിസോഴ്സസ് ആയിരിക്കാം നമ്മൾക്ക് വേണ്ടി വരിക ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുകയാണെങ്കിൽ എന്നുള്ളൊരു ഐഡിയയും പ്രോജക്ട് പ്ലാനിങ്ങിലാണ് ഉണ്ടാകുക. കൂടാതെ പ്രോജക്ട് പ്ലാനിങ്ങിന്റെ ഒരു സമയത്താണ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള അംബിഷൻസ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയാസ് മാത്രമേ പ്രോജക്റ്റിന്റെ ഭാഗമാക്കത്തുള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് സാധിച്ചെടുക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ അവിടെ ഒഴിവാക്കുകയാണ്. സോ അതാണ് പ്രോജക്ട് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് പ്രോജക്ട് പ്ലാനിങ്? സോ നമ്മൾ പ്രോജക്ട് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ എന്താണ് ചെയ്യുന്നത്, നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യും. ആ പ്രോബ്ലത്തിൽ നിന്നാണ് നമ്മൾ നമ്മുടെ പ്രോജക്റ്റിനെ തുടങ്ങി എടുക്കുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഐഡന്റിഫിക്കേഷൻ ഓഫ് എ സ്പെസിഫിക് പ്രോബ്ലം. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യും, we create a work plan to address the problem and achieve the desired goals. സോ നമ്മളൊരു ഡെസർട്ടേഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ്, നിങ്ങൾ നിങ്ങളുടെ 4th സെമസ്റ്ററിൽ ചെയ്യുന്ന ഒരു ഡെസർട്ടേഷൻ അതും ഒരു പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് കാണേണ്ടത്. സോ അവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളൊരു വിഷയം അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രോബ്ലം ആയിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ സോഷ്യൽ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പ്. അതിൽ നിന്ന് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആ പ്രോബ്ലത്തിനെ എങ്ങനെ ഉത്തമമായിട്ട് പഠിക്കാമെന്നുള്ളത് നമ്മൾ അവിടെ ഒരു വർക്ക് പ്ലാൻ ഉണ്ടാക്കുകയാണ്. സോ ആ വർക്ക് പ്ലാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുണ്ട്, എന്തൊക്കെ ആയിരിക്കാം നമ്മുടെ ഔട്ട്കം എന്നുള്ള ബോധ്യവും നമ്മൾക്ക് അവിടെ തന്നെ ലഭിക്കുകയാണ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫീച്ചർ, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ബെനിഫിറ്റ്സ് ആൻഡ് ഇമ്പാക്ട് അപ്പോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി പ്രോജക്ട്. അതായത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ബെനിഫിറ്റുകൾ, നമ്മൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പോസിറ്റീവ് ഇമ്പാക്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് പ്രോജക്ട് പ്ലാനിങ് വഴി ലഭിക്കുന്നു. ആൻഡ് അനദർ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ആന്റിസിപ്പേറ്റ്സ് ദ റിസോഴ്സസ് ഓർ ഫണ്ടിങ് റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് ദി പ്രോജക്ട്. സോ ഒരു പ്രോജക്ട് പ്ലാനിങ് ഘട്ടത്തിലാണ് നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാണ്, ആരൊക്കെ ഉണ്ടായിരിക്കണം ഒരു പ്രോജക്ട് ടീം, നമ്മളൊരു പ്രോജക്ട് ടീമിന്റെ സ്കെയിൽ എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നത് ഇവിടെയാണ്. അതായത് എത്ര ആളുകൾ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണം, എങ്ങനെയായിരിക്കണം ഈ ഡാറ്റ അനാലിസിസ് നടത്തേണ്ടത്, അതിന് അഡീഷണൽ ആളുകൾ വേണോ, റിസോഴ്സസ് വേണോ, ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് വേണ്ടത്, ഇതെല്ലാം നമ്മൾ പ്രോജക്ട് പ്ലാനിങ്ങിലാണ് തീരുമാനിക്കുന്നത്. ഇനി ലെറ്റ് us look at what is project proposal. സോ ഒരു പ്രോജക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോജക്ട് പ്രപ്പോസൽ. അതായത് പ്ലാനിങ് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തതായിട്ട് വരുന്നത് പ്രോജക്ട് പ്രപ്പോസലാണ്. കാരണം പ്രോജക്ട് പ്ലാനിങ്ങിൽ നമ്മൾ ഒരു ധാരണ ലഭിക്കുന്നതേ ഉള്ളൂ. പ്രോജക്ട് പ്രപ്പോസലിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ധാരണ എന്താണെന്നുള്ളത് അവതരിപ്പിക്കുന്നതാണ്. സോ പ്രോജക്ട് പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി ഒഫീഷ്യൽ ഇനിഷ്യൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ ദി എക്സിക്യൂട്ടിംഗ് ഏജൻസി ആൻഡ് പ്രോജക്ട് സ്പോൺസർ ഔട്ട്ലൈനിങ് ദ പ്രോജക്ട്സ് വാല്യൂ, ഡെലിവറബിൾസ്, ബഡ്ജറ്റ്, ടൈം ലൈൻ ആൻഡ് സ്കോപ്പ്. സോ ഒരു പ്രോജക്ട് പ്രപ്പോസൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പ്രോജക്റ്റ് ആരാണോ അണ്ടർടേക്ക് ചെയ്യുന്നത്, അതായത് പ്രോജക്റ്റ് ആരാണോ, ഏതൊരു ഏജൻസി ആണോ അണ്ടർടേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിലും അവരും കൂടാതെ ഈ പ്രോജക്റ്റിനെ ഫണ്ട് ചെയ്യുന്ന ഒരു ഏജൻസിയും തമ്മിലുള്ള ഒരു കരാറ് പോലെയാണ്, അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ഒരു അണ്ടർടേക്കിങ്ങിനെ വ്യക്തമാക്കുന്ന ഒന്നാണ് പ്രോജക്ട് പ്രപ്പോസൽ. സോ പ്രോജക്ട് പ്രപ്പോസലിൽ നമ്മൾ വ്യക്തമായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടാകും, ഈ പ്രോജക്റ്റിന്റെ ഒരു ഗുണം എന്താണ്, ഈ പ്രോജക്റ്റിന്റെ ഔട്ട്കം എന്തായിരിക്കും, കൂടാതെ ഈ പ്രോജക്റ്റിന് ആവശ്യമായിട്ട് വരാൻ പോകുന്ന ബഡ്ജറ്റ് എത്രത്തോളമാണ്, ആൻഡ് ടൈം ലൈൻ, ആൻഡ് കൂടാതെ ഇതിന്റെ സ്കോപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ
പറയുന്നത്. സോ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഉണ്ടാകേണ്ട കുറച്ച് പ്രത്യേക കാര്യങ്ങളാണ് ഈ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞേക്കുന്നത്. സോ ചെക്ക് ലിസ്റ്റിൽ ആദ്യം തന്നെ ഒരു പ്രോജക്ട് പ്രപ്പോസൽ എന്ന് പറയുമ്പോഴത്തേ അത് വെരി ബ്രീഫ് ആയിരിക്കണം. അതായത് ഒരു ഡെസർട്ടേഷൻ കനത്തിലുള്ള സാധനമല്ല നമ്മൾ പ്രോജക്ട് പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഒരു വെരി ബ്രീഫായിട്ട് വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ ടു ദ പോയിന്റ് ഡിഫൈൻ ചെയ്തുകൊണ്ട് പറയുന്നതാണ് പ്രപ്പോസലിൽ കാണിക്കുക. സോ അവിടെ നമ്മൾ എന്താണ്, നമ്മൾ ആരൊക്കെയാണോ പ്രോജക്റ്റിന്റെ ഭാഗമാകുന്നത്, കൂടാതെ അണ്ടർടേക്ക് ചെയ്യുന്ന ഏജൻസി, അതിന്റെ ക്രെഡിബിലിറ്റി, ഈ തരത്തിൽ പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സും പലപ്പോഴും പ്രോജക്റ്റിന്റെ പ്രപ്പോസലിന്റെ ഭാഗമാക്കാറുണ്ട്. സോ ചെക്ക് ലിസ്റ്റ് ഒന്ന് എടുത്ത് പറയുകയാണെങ്കിൽ, പ്രപ്പോസൽ ഷുഡ് കണ്ടെയ്ൻ ഓൾ ഡീറ്റെയിൽസ് വിച്ച് മേ ബി റിക്വയർഡ് ബൈ എ ഡോണർ ഏജൻസി. അതായത് നമ്മൾക്ക് ഏതൊരു ഏജൻസി ആണോ നമ്മുടെ പ്രോജക്റ്റിനെ ഫണ്ട് ചെയ്യാൻ പോകുന്നത്, അവർക്ക് നമ്മുടെ പ്രപ്പോസലിൽ കൂടെ മനസ്സിലാകണം ഇത് അണ്ടർടേക്ക് ചെയ്യുന്നത് ആരാണ്, കൂടാതെ പ്രോജക്റ്റ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന തരത്തിലുള്ള ഡീറ്റെയിൽസ് പ്രപ്പോസലിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കണം. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡോക്യുമെന്റ് ഷുഡ് ബി കോംപ്രിഹെൻസീവ് ബട്ട് ബ്രീഫ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വലിച്ചു വാരി എഴുതേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ വ്യക്തമായിട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1 സെന്റൻസിൽ ഓരോ ഒബ്ജക്റ്റീവ് നമുക്ക് ഡിഫൈൻ ചെയ്ത് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കാൻ കഴിയണം. ആൻഡ് വി ഷുഡ് ഗിവ് എ ടേബിൾ ഓഫ് കോണ്ടന്റ്സ് വിത്ത് ദ സെയിം ഹെഡിങ്സ് ആസ് ഇൻ ദി മെയിൻ ഡോക്യുമെന്റ്. അതായത് നമ്മളുടെ ഡോക്യുമെന്റ് ഉള്ളിൽ കൊടുത്തേക്കുന്ന അതേ ഹെഡിങ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടേബിൾ ഓഫ് കോണ്ടന്റ് ഉണ്ടായിരിക്കണം. കൂടാതെ ഹെവി ആയിട്ടുള്ള ചാർട്ട്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെറ്റീരിയൽ ഇതിന്റെ ഭാഗം, കോർ പ്രപ്പോസലിന്റെ ഭാഗമാക്കേണ്ട ആവശ്യമില്ല. സപ്പോർട്ടിങ് ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ അപ്പൻഡിക്സിൽ കൊടുക്കാവുന്നതാണ്. കൂടാതെ അൺകോമൺ, അതായത് നമ്മൾ കോമൺലി ഫെമിലിയർ അല്ലാത്ത തരത്തിലുള്ള അബ്രിവേഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോംസ് ഒഴിവാക്കേണ്ടതാണ്. അതായത് നമ്മളുടെ പ്രപ്പോസലിൽ എന്തെങ്കിലും ഒരു സംശയമോ അല്ലെങ്കിൽ ഒരു ആംബിഗ്വിറ്റി, ഒരു ഡൗട്ട് കൊണ്ടുവരുന്ന തരത്തിലുള്ള പ്രസന്റേഷനും അതിന്റെ ഭാഗമാകേണ്ടതല്ല. ആൻഡ് നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫിഗർ അല്ലെങ്കിൽ ഡേറ്റ അവിടെ നൽകുന്നുണ്ടെങ്കിൽ അത് വെരി ആക്യുറേറ്റ് ആയിരിക്കണം. ക്രോസ് ചെക്ക് ചെയ്ത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ളതായിരിക്കണം നമ്മൾ നൽകേണ്ടത്. കൂടാതെ നമ്മളൊരിപ്പോൾ ഒരു ഏജൻസി, ഒരു NGO ആണ് പ്രോജക്ട് പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുള്ളെങ്കിൽ ആ NGOയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, മെമ്മറാണ്ടം, ബൈലോ നമ്മൾ പറയും, ആ ബൈലോ, കൂടാതെ അവരുടെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലുള്ള ഓഡിറ്റ് ചെയ്തിട്ടുള്ള ബാലൻസ് ഷീറ്റ്, അവരുടെ ആനുവൽ റിപ്പോർട്ട്, കൂടാതെ ആ ഓർഗനൈസേഷന്റെ ഭാഗമാകുന്ന ആരൊക്കെയാണ്, ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിന്റിംഗ് മെഷേഴ്സ് ആണ് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് സൈസ് A4 ഷീറ്റ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് സ്റ്റേപ്പിൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ആണ് പറയുന്നത്. സോ ഇത്രയാണ് ഒരു ചെക്ക് ലിസ്റ്റ്, അതായത് ഒരു പ്രോജക്ട് പ്രപ്പോസൽ തയ്യാറാക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കേണ്ട കാര്യങ്ങളാണ് ചെക്ക് ലിസ്റ്റിൽ പറയുന്നത്. ഇനി ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രോജക്ട് പ്രപ്പോസലിന്റെ ഭാഗമാകേണ്ട ഇൻഫർമേഷൻ ആണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ഇപ്പോൾ ആ ഓർഗനൈസേഷന് ഏതാണ്, അതായത് പ്രോജക്റ്റ് നടത്താൻ പോകുന്ന ഓർഗനൈസേഷൻ ഏതാണ്, അതിൽ ആരാണ്, ആ ഓർഗനൈസേഷന്റെ ക്രെഡിബിലിറ്റി സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഡോക്യുമെന്റ്സും ഇൻഫർമേഷനും ഇതിന്റെ ഭാഗമാകണം. രണ്ടാമത് മിഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് ഓർഗനൈസേഷന്റെ മിഷൻ സ്റ്റേറ്റ്മെന്റും കൂടാതെ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് വഴിയുള്ള മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. മറ്റൊന്ന് പ്രോജക്റ്റ് ഇംപ്ലിമെന്റഡ് അല്ലെങ്കിൽ അണ്ടർ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സോ ഫാർ ആ പെർട്ടിക്കുലർ NGO അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള, അതായത് നടത്തിയിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളുടെ ഡീറ്റെയിൽസ് വെരി ബ്രീഫ്ലി കൊടുക്കുന്നതാണ്. ഇനി ആണ് നമ്മൾ നമ്മുടെ മെയിൻ പ്രോജക്ട് പ്രപ്പോസലിലേക്ക് വരുന്നത്. അതായത് ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷന്റെ ഒരു ക്രെഡിബിലിറ്റി സ്ഥാപിക്കുന്ന ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ 3ലും കൂടെ കൊടുക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ പ്രോജക്റ്റിലേക്ക് വരികയാണ്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഡിഫൈനിങ് ആ പ്രോബ്ലം, നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവതരിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോജക്റ്റ് നടത്തിയെടുക്കാൻ ആവശ്യമായിട്ട് വരാൻ പോകുന്ന വ്യക്തികൾ, അതിപ്പോൾ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടാകാം, കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടാകാം, പിന്നെ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, അതായത് ഫീൽഡിൽ പോയി ഡേറ്റ കളക്ട് ചെയ്യേണ്ട ആളുകൾ, ഇവരെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റ് ഉണ്ടാകാം, പിന്നെ ഡേറ്റ അനാലിസിസിന്റെ ആവശ്യപ്രകാരമായിട്ട് വരുന്ന വ്യക്തികൾ. സോ അങ്ങനെ എന്തൊക്കെ ഹ്യൂമൻ റിസോഴ്സ് ആണോ നമ്മൾക്ക് വേണ്ടത്, അത് എത്ര പേരുണ്ടാകും, അവരുടെ ടാസ്ക് എന്താണെന്നല്ല നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും.
ഇനി ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വ്യക്തമായിട്ട് പറയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് വഴി നമ്മൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവതരിപ്പിക്കുകയാണ്. മറ്റൊന്ന് പ്രോജക്ട് ബെനിഫിഷ്യറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് വഴി ആർക്കാണ് ഗുണമുണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് അവതരിപ്പിക്കുകയാണ്. പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞേക്കുന്ന ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണോ നടത്തിയെടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് അവതരിപ്പിക്കുകയാണ്. ആൻഡ് പ്രോജക്ട് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോജക്റ്റ് ഏതൊരു സമയത്തിനുള്ളിൽ നമ്മൾ നടത്തുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ആരാണ് ഓവർസീ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവിടെ വ്യക്തമാക്കുകയാണ്. അടുത്തതായിട്ട് കാലാവധി പറയുകയാണ്, അതായത് ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ഏതൊരു സമയത്ത് തുടങ്ങും എപ്പോഴത്തേക്ക് അവസാനിക്കും എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണ്. അടുത്തതായിട്ട് ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റിന്റെ ഭാഗമാകുന്നവർക്ക് കിട്ടേണ്ട റെമ്യൂണറേഷൻ പറയുന്നു, അവർക്ക് പറയും. കൂടാതെ അവർക്ക് ഈ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യാൻ വരാൻ പോകുന്ന എക്സ്പെൻസസ് അത് എല്ലാ തരത്തിലുള്ളതും, അതായത് അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറലി വരുന്ന എക്സ്പെൻസസ്, അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കേണ്ട എക്സ്പെൻസ്, അവർക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ മിസലേനിയസ് ആയിട്ട് റെന്റോ പ്രിന്റിങ് അങ്ങനത്തെ സാധനങ്ങൾക്കെല്ലാം വരാൻ സാധ്യതയുള്ള എല്ലാ ഒരു പോസിബിളി എന്തൊക്കെ ചെലവ് വരാമോ അതെല്ലാം ഓരോ ഹെഡായിട്ട് തിരിച്ചുകൊണ്ട് ബഡ്ജറ്റ് കാണിക്കുകയാണ്. മറ്റൊന്ന് ഏജൻസീസ് ഓൺ കോൺട്രിബ്യൂഷൻ. അണ്ടർടേക്ക് ചെയ്യുന്ന ഏജൻസി NGO എന്താണ് ഈ പ്രോജക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവരുടെ പങ്കാളിത്തം ഏതൊരു വകയിലാണ്. പിന്നെ ഫണ്ട്സ് സോർട്ട് ഫ്രം ദി ഫണ്ടിങ് ഏജൻസി എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ശതമാനത്തോളമാണോ നമ്മൾ ഫണ്ടിങ് ഏജൻസിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ കാണിക്കുകയാണ്. ആൻഡ് മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി ടു ദ ഡോണർ അല്ലെങ്കിൽ ഫണ്ടിങ് ഏജൻസി, അതായത് പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് വഴി ആ സ്പോൺസറിങ് ഏജൻസിക്കും ഗുണം ഉണ്ടാകണമല്ലോ. സോ അവർക്ക് എന്താണ് ഇതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട പബ്ലിസിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ പറയുകയാണ്. ലാസ്റ്റ്ലി നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ പ്രോജക്റ്റ് ടൈം ലൈൻ പറയുന്നു, അതായത് ഏതൊരു സമയത്തായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് സമയത്ത് ഡാറ്റ കളക്ഷൻ തുടങ്ങും, ആൻഡ് ഡാറ്റ കളക്ഷൻ ഇപ്പോൾ അവസാനിക്കും, ആൻഡ് അനാലിസിസ് കോഡിംഗ് സോർട്ടിങ് എപ്പോൾ നടക്കും, ആൻഡ് ഇതിന്റെ ഇടയിൽ ഇന്ററിം റിപ്പോർട്ട്സ് ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട്സ് എപ്പോഴായിരിക്കും സമർപ്പിക്കേണ്ടത്, ഇതെല്ലാം പ്രോജക്റ്റ് ടൈം ലൈനിൽ കാണിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ തയ്യാറാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. സോ ഇതാണ് ഒരു പ്രോജക്റ്റ് പ്രപ്പോസലിന്റെ സ്പെസിമൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ 1.1.1 കൊടുത്തേക്കുന്നത്. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ആദ്യം തന്നെ എന്താണ് ഓർഗനൈസേഷന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഭാഗമായിട്ട് പറയുന്നത്. പിന്നെ പ്രോജക്റ്റ് ടൈറ്റിൽ പറയുന്നു, ടാർഗറ്റ് ബെനിഫിഷ്യറീസ് ആരാണെന്ന് പറയുന്നു, പിന്നെ പ്രോജക്റ്റിന്റെ ഓരോ ഘടകങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാം തന്നെ പല ഹെഡ്സിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു മോഡൽ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഫെമിലിയറൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം പലപ്പോഴും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ തയ്യാറാക്കാനായിട്ട്. നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒന്നാണ്. കാരണം നിങ്ങളുടെ ഇമാജിനേഷനിൽ നിന്നുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അസൈൻമെന്റിലും ഇതേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ആ തരത്തിൽ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അറ്റ് ഹൗസ് ഹോൾഡ് ലെവൽ എന്നാണ് ആ പ്രോജക്റ്റ് പ്രപ്പോസലിന്റെ പേര്. സോ അതിൽ നമ്മൾ ഈ ഗൈഡ് ലൈൻസ് പറഞ്ഞ പ്രകാരം തന്നെ നൽകിയേക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഒരു ഹൈപ്പത്തറ്റിക്കൽ പ്രോജക്റ്റ് പ്രപ്പോസലാണ്. സോ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അല്ലെങ്കിൽ ഏജൻസി അല്ലെങ്കിൽ NGO ആണോ അണ്ടർടേക്ക് ചെയ്യുന്നത് അവർ നൽകേണ്ട കുറെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ആദ്യം തന്നെ അവർ ഒരു NGO ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോപ്പി അവർ കൊടുക്കണം. കൂടാതെ ദേ ഷുഡ് ഗിവ് സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ബേസിക് ഡോക്യുമെന്റ്സ്, അതായത് ആ ഓർഗനൈസേഷന്റെ ബൈലോ, മെമ്മറാണ്ടം, റൂൾസ് ആൻഡ് റെഗുലേഷൻ, ട്രസ്റ്റ് ഡീഡ്സ്, ആരൊക്കെയാണ് അതിന്റെ മെമ്പേഴ്സ്, ട്രസ്റ്റീസ്, ഗവർണിംഗ് ബോഡി ആരാണ്, എക്സിക്യൂട്ടീവ് ബോഡി എന്താണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ് കൊടുക്കേണ്ടതാണ്. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ദി ഗവർണിംഗ് ബോഡി മെമ്പേഴ്സ്, അതായത് ആ ഗവർണിംഗ് ബോഡി മെമ്പേഴ്സിന്റെ ഭാഗമാകുന്ന വ്യക്തികളും അവരുടെ ഡെസിഗ്നേഷൻ എന്താണ്, അവരുടെ റോൾ എന്താണെന്ന് കാണിക്കുന്ന ഡോക്യുമെന്റ്. കൂടാതെ FCRA സർട്ടിഫിക്കറ്റ്, അതായത് ഫോറിൻ ഫണ്ട് ആണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ ഈ പറയുന്ന FCRA സർട്ടിഫിക്കറ്റ് വേണം.
മറ്റൊന്ന് ഇവർ ആനുവൽ റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 വർഷത്തെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ആനുവൽ റിപ്പോർട്ട്സ് ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കണം. കൂടാതെ സെയിം 3 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട്സ്, അതായത് ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ, അവരുടെ ബാലൻസ് ഷീറ്റ് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട്സ് കൊടുക്കണം. ആൻഡ് സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഫോർ ദി ലാസ്റ്റ് 3 ഇയേഴ്സ്. ലാസ്റ്റ് 3 ഇയേഴ്സിലുള്ള ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് നൽകേണ്ടതാണ്. പിന്നെ ഓർഗനൈസേഷന് ഒരു പാൻ നമ്പർ ഉണ്ടാകും. ആ പാൻ നമ്പറും ഇൻകം ടാക്സ് എക്സംഷൻ ഉണ്ടെങ്കിൽ അതും ഇത് കാണിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്റ്സ് കൊടുക്കണം. കൂടാതെ ബ്രോഷേഴ്സ്, അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NGO ആകുമ്പോഴത്തേക്ക് അവർക്ക് അവരെ കുറിച്ച് അവതരിപ്പിക്കുന്ന ജനറിക് ആയിട്ടുള്ള ബ്രോഷേഴ്സ് ഉണ്ടാകും. സോ ആ തരത്തിലുള്ള ബ്രോഷർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതും നൽകണം. കൂടാതെ ആ ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ കാണിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് നൽകണം. ആൻഡ് ദേ ഷുഡ് ഹാവ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദി ഓർഗനൈസേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് കറന്റ്ലി റിസീവിംഗ് ഫണ്ടിങ് ഫോർ ദ സെയിം പ്രോജക്ട് ഫ്രം അനദർ സ്റ്റേറ്റ്, നാഷണൽ ഓർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. കൂടാതെ എന്താണ്, ഇവരിപ്പോ ഈ പ്രോജക്ട് പ്രപ്പോസലിൽ പറഞ്ഞേക്കുന്ന പ്രോജക്റ്റിന് വേറെ ഒരു ഏജൻസി, അത് സ്റ്റേറ്റ് ആയാലും നാഷണൽ ആയാലും ഇന്റർനാഷണൽ ആയിട്ട് ഉള്ള ഒരു തരത്തിലുള്ള ഏജൻസിയോ ഓർഗനൈസേഷനിൽ നിന്നോ ഫണ്ട് ഇപ്പോൾ അവർ കൈപ്പറ്റുന്നില്ല എന്ന് ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. കൂടാതെ there should be a signed declaration from the chairman or head of the organization taking responsibility for the project proposal and its conduct. കൂടാതെ എന്താണ്, അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് ആയിട്ട് ആ ഏജൻസിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഹെഡ് എന്ത് ചെയ്യണം, ആ പ്രോജക്റ്റിന്റെ ഭാഗമാകുന്ന എല്ലാ ഇൻഫർമേഷനും അതിന്റെ ഭാഗമായിട്ട് അണ്ടർടേക്ക് ചെയ്യുന്ന എല്ലാ ടാസ്കിനും അവരായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റും കൂടെ കൊടുക്കേണ്ടതാണ്. സോ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഒരു NGO അല്ലെങ്കിൽ ഒരു ഏജൻസി പ്രോജക്ട് പ്രപ്പോസൽ തയ്യാറാക്കുമ്പോഴത്തേക്ക് കരുതി കൊടുക്കേണ്ടത്. ഇനി വാട്ട് ഈസ് പ്രോജക്ട് പ്ലാനിംഗ് മേട്രിക്സ്, PPM? ഇത് നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യന് വരാറുണ്ട്, എക്സ്പാൻഡ് PPM എന്ന് പറഞ്ഞിട്ട്. സോ പ്രോജക്ട് പ്ലാനിംഗ് മേട്രിക്സ് എന്നാണ്. So project planning matrix എന്ന് പറയുമ്പോഴത്തേക്ക് it is basically a one-page framework that sums up the project design by breaking down its systematic complexities. So project planning matrix എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ പേജ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിൽ നമ്മൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കുകയാണ് നമ്മളുടെ ഓവറോൾ ഗോൾസ് എന്താണ്, ആൻഡ് അതിന്റെ ഫീസിബിലിറ്റി എന്താണ്, നമ്മൾ എവിടെ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത്, ആൻഡ് എന്തൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണോ ഈ പ്രോജക്റ്റിന്റെ ഭാഗമാകുക അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിനെ ബാധിക്കുക എന്നുള്ളത് വിവരിച്ചുകൊണ്ടുള്ള ഒരു സിംഗിൾ പേജ് ഡോക്യുമെന്റ് ആണ് പ്രോജക്ട് പ്ലാനിംഗ് മേട്രിക്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ ടെംപ്ലേറ്റ് ആണ് ഈ കൊടുത്തേക്കുന്നത്. എപ്പോഴും നമ്മൾ കാണിക്കുമ്പോഴത്തെ ഇത്രയാണ് കാണിക്കുക. പ്രോജക്ട് ടൈറ്റിൽ ഉണ്ടാകും, ആരൊക്കെയാണ് ഈ പ്രോജക്റ്റ് ഭാഗമാകുന്ന ഓർഗനൈസേഷൻസ്, ആ പ്രോജക്റ്റിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ പ്രോജക്ട് മാനേജർ ആരാണ്, പ്രോജക്ട് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സ്റ്റാറ്റസ്, അതായത് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണോ കംപ്ലീഷൻ ആയോ എന്നുള്ളത് കാണിക്കണം. പിന്നെ പ്രോജക്റ്റിന്റെ ഓവറോൾ ഗോൾസ് എന്താണെന്നുള്ളത്, അതിന്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, ഇതിൽ നിന്ന് വരാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് എന്താണ്, ആൻഡ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ അണ്ടർടേക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഒബ്ജക്റ്റീവ്ലി വേരിഫയബിൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, അതായത് എത്രത്തോളം ഫീസിബിൾ ആണ് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിരിക്കും നമ്മുടെ സ്റ്റഡി എന്നുള്ളത് നമ്മൾ വിവരിക്കുകയാണ്. ആൻഡ് മീൻസ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, എവിടെ നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് അസംഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് ഈ പ്രോജക്റ്റിന്റെ നടത്തിപ്പിനെ ബാധിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് അവിടെയാണ് രേഖപ്പെടുത്തുന്നത്. സോ ഇതാണ് ഇമ്പോർട്ടൻറ്റ് അസംഷൻസിൽ പറയുന്നത്. സോ ഇതാണ് ഒരു പ്രോജക്ട് പ്ലാനിംഗ് മേട്രിക്സിന്റെ ടെംപ്ലേറ്റ്. സോ പ്രോജക്ട് പ്ലാനിംഗ് മേട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓവറോൾ ഗോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി നമ്മൾ ആ പ്രോജക്റ്റിന്റെ ഭാഗമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഗോൾസ് എന്താണ്, ഔട്ട്കംസ് എന്തായിരിക്കും എന്നുള്ളത് വിവരിക്കുകയാണ്. സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, നമ്മൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് വഴി പോസിബിളി എന്താണ് നമ്മൾ റിസൾട്ട് ആയിട്ട് കരുതാൻ പോകുന്നത് എന്നുള്ളത് കാണിക്കുകയാണ്. ആൻഡ് ആക്ടിവിറ്റീസ്, നമ്മൾ എന്തൊക്കെയാണ് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അണ്ടർടേക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെർട്ടിക്കൽ എലമെന്റ്സ് ഓഫ് PPM എന്ന് പറയും.
ആൻഡ് ഹൊറിസോണ്ടൽ എലിമെന്റ്സ് ഓഫ് PPM എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്ലി വെരിഫയബിൾ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ OVI എന്ന് പറയും. സോ OVI എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഉള്ളിൽ തന്നെ 5 തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. 5 ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പറയും. ഒന്നാമതായിട്ട് മെഷറബിൾ ആയിട്ടുള്ള, ഐദർ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിരിക്കാം. ആ തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നു. കൂടാതെ ഫീസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റ് എത്രത്തോളം നടത്തിയെടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നടപ്പാക്കാൻ പോസിബിലിറ്റി ഉള്ള അവതരിപ്പിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ പോസിബിലിറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഫിനാൻസ്, സ്കിൽസ്, ടൈം ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ബേസിസിലാണ്. മറ്റൊന്ന് ആക്യുറസി ആൻഡ് റെലവൻസ്, ആൻഡ് അനദർ ഈസ് അക്കൗണ്ടബിലിറ്റി റിഗാർഡിംഗ് ചേഞ്ചസ്, അതായത് പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ആരായിരിക്കും ഉത്തരവാദി. ആൻഡ് ടൈംലി പ്രൊവൈഡിങ് ദി ഇൻഫർമേഷൻ. സോ ഹൂസ് ഗോണ പ്രൊവൈഡ് ദി ഇൻഫർമേഷൻ, ഹൗ എന്നുള്ളതാണ്. ഇനി മീൻസ് ആൻഡ് സോഴ്സസ് ഓഫ് വെരിഫിക്കേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു എങ്ങനെയാണ്, ആരിൽ നിന്നാണ് നമ്മൾ ഡേറ്റ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിക്കൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഇമ്പോർട്ടന്റ് അസംഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്റ്റേണലി പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് നമ്മൾ നടത്തിയെടുക്കുന്നതിൽ വരാൻ സാധ്യതയുള്ള അല്ലെ അതിനെ ബാധിക്കാൻ സാധ്യതയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ്. ഇനി ലെറ്റ് us look at what is project cycle and project management. സോ പ്രോജക്ട് സൈക്കിൾ ആൻഡ് പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് മോർ ഓർ ലെസ് സെയിം അർത്ഥം തന്നെയാണ്. പ്രോജക്ട് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റിന്റെ ഡ്യൂ കോഴ്സിനെയാണ് നമ്മൾ പ്രോജക്ട് സൈക്കിൾ എന്ന് പറയുന്നത്. പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റ് നടത്തി എടുക്കുന്ന കാലയളവിൽ ഓരോ സ്കിൽസ് അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് പറയുന്ന പോലെ തന്നെ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യുന്നതാണ് പ്രോജക്ട് മാനേജ്മെന്റ്. So project management applies knowledge, skills, tools and techniques across 5 core categories. So project management എന്ന് പറയുന്നത് knowledge, skills, tools and techniques ഈ 4 കാര്യങ്ങളും 5 ഘട്ടങ്ങളിൽ നടത്തിയെടുക്കുന്നത്. അതായത് ഒരു പ്രോജക്റ്റിന്റെ ആലോചന തുടങ്ങുന്ന സ്റ്റേജിൽ, പ്രോജക്റ്റ് ഇനിഷ്യേറ്റിംഗ് സ്റ്റേജിലും, പ്രോജക്റ്റിന്റെ പ്ലാനിങ് ഘട്ടത്തിലും, പ്രോജക്റ്റ് നടത്തുന്ന അതായത് പ്രോജക്റ്റ് എക്സിക്യൂഷൻ സമയത്തും, ആൻഡ് പ്രോജക്റ്റ് മോണിറ്ററിംഗ് അല്ലെങ്കിൽ കൺട്രോളിംഗ്, ആൻഡ് അൾട്ടിമേറ്റ്ലി പ്രോജക്റ്റ് ക്ലോസിംഗ് സമയത്തും. സോ ഇത്രയും സ്റ്റേജസിലാണ് പ്രോജക്റ്റ് മാനേജ്മെന്റ് നടക്കുന്നത്. സോ പ്രോജക്റ്റ് മാനേജ്മെന്റ് ഒരു പ്രധാന ഭാഗമാകുന്നതാണ് ഈ പ്രോജക്റ്റ് ട്രയാങ്കിൾസ്. പ്രോജക്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തെ ഈ 3 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 3 എലമെന്റ്സ് ഉണ്ടാകുന്ന ഒന്നിനെയാണ് പറയുന്നത്. സ്കോപ്പ്, കോസ്റ്റ് ആൻഡ് ടൈം. സോ പ്രോജക്റ്റ് പെർഫോമൻസ് റിലൈസ് ഓൺ ബാലൻസിങ് 3 ടൈറ്റ്ലി ബൗണ്ട് കൺസ്ട്രെയിൻസ്. അതായത് സ്കോപ്പും കോസ്റ്റും ടൈമിനെയും നമ്മൾ എത്രത്തോളം എഫക്റ്റീവ്ലി ബാലൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യുന്നു അതേപോലെ ഇരിക്കും ആ പ്രോജക്റ്റിന്റെ നടത്തിപ്പോക്ക് അല്ലെങ്കിൽ ആ പ്രോജക്റ്റിന്റെ പെർഫോമൻസ്. സോ ആ പ്രോജക്റ്റിന്റെ ക്വാളിറ്റി ഈ 3 എലമെന്റ്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സോ ഏതെങ്കിലും ഒന്ന് ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് സ്കോപ്പിലാണെങ്കിലോ കോസ്റ്റിലോ ടൈമിലോ ഇതിൽ ഏതെങ്കിലും ഒരേ ഒരു എലമെന്റിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് മറ്റ് രണ്ടിനെയും ബാധിക്കും. സോ ഇനി പ്രോജക്ട് സൈക്കിളിന്റെ സ്റ്റേജസ് എന്താണെന്നുള്ളതാണ്. സോ നമ്മൾ പറഞ്ഞു ഇനിഷ്യേഷൻ സ്റ്റേജ് ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്, ആൻഡ് മോണിറ്ററിങ് അല്ലെങ്കിൽ കൺട്രോൾ ആൻഡ് ക്ലോഷർ. ഇത്രയും സ്റ്റേജസ് ആണ് ഒരു പ്രോജക്ട് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത്. സോ അതിൽ ഇനിഷ്യേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രീവിയസ്ലി പ്രോജക്ട് പ്ലാനിങ് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പ്രോജക്ട് പ്രപ്പോസലിലേക്ക് ചെന്നെത്തുന്നതിന് മുമ്പായിട്ട് അതിന്റെ തുടക്കത്തിൽ പ്രൈമറിലി നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് പ്രോജക്ട് ഇനിഷ്യേഷൻ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? വി ഐഡന്റിഫൈ ദ പ്രോബ്ലം
ആൻഡ് ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് വഴി ഇത് നടത്തിയെടുക്കാൻ സാധ്യത ഉള്ള ഒന്നാണോ എന്നുള്ള ഫീസിബിലിറ്റി ഇവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റേജിൽ നമ്മളൊരു റഫ് ആയിട്ടുള്ള ഔട്ട്ലൈൻ തയ്യാറാക്കുന്നു, ഒരു ഡ്രാഫ്റ്റ് ഔട്ട്ലൈൻ തയ്യാറാക്കുന്നത് ഇവിടെയാണ് പ്രോജക്റ്റിന്റെ. ആൻഡ് വി ഡിഫൈൻ ദി സ്ട്രക്ചറൽ ഹയറാർക്കി, അതായത് സ്പോൺസർ ആരായിരിക്കാം അല്ലെങ്കിൽ ആരായിരിക്കണം, ആൻഡ് ഈ പ്രോജക്റ്റിന്റെ ബോർഡ് അല്ലെങ്കിൽ ടീം എന്ന് പറയുന്നത് എന്താണ്, ആൻഡ് പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യേണ്ട കോർ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആരാണെന്നുള്ളതെല്ലാം വി ഡിഫൈൻ അറ്റ് ദിസ് സ്റ്റേജ്. മറ്റൊരു പ്രധാന സൈക്കിളിന്റെ ഭാഗമാകുന്നത് ഇസ് പ്രോജക്റ്റ് പ്ലാനിങ്. സോ പ്രോജക്ട് പ്ലാനിങ്ങിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഇനിഷ്യേഷനിൽ എൻവിഷൻ ചെയ്ത കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ സോളിഡിഫൈ ചെയ്യുന്നു, അതായത് കുറച്ചും കൂടെ വ്യക്തത വരുത്തിക്കൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് അവതരിക്കുകയാണ്. സോ ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ് നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ആവശ്യം വരിക, ആൻഡ് ആ റിസോഴ്സ് ഏതൊക്കെ ഒരു ഘട്ടത്തിലാണ് വേണ്ടി വരിക, ആരായിരിക്കും അത് ഉപയോഗിക്കുക എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നു. കൂടാതെ ഒരു റിസ്ക് മാപ്പിംഗ് നടത്തുന്നു, അതായത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗം ആയിക്കൊണ്ട് എന്തൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ, ചാലഞ്ചസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മളിവിടെ കരുതുകയാണ്. മറ്റൊന്ന് ഷെഡ്യൂളിംഗ് ആൻഡ് ഹയറിംഗ്, അതായത് നമ്മൾ ഏതൊക്കെ ടാസ്ക് എപ്പോഴൊക്കെ നടത്തണമെന്നുള്ളത് തീരുമാനിക്കുന്നു, ഒരു ടൈം ഫ്രെയിം നമ്മൾ നിശ്ചയിക്കുകയാണ്. ആൻഡ് പെർട്ടിക്കുലർ ടാസ്ക് എക്സിക്യൂഷൻ, അല്ലെങ്കിൽ ഓരോ ഇപ്പൊ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ്, ഇവരെ ഓവർസീ ചെയ്യാനായിട്ട് വിൽ നീഡ് ടെക്നിക്കൽ അസിസ്റ്റന്റ്. കൂടാതെ SPSS അനാലിസിസ് ആണെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അഡീഷണൽ വ്യക്തിയും കൂടെ വേണ്ടി വരുമായിരിക്കും. സോ ആ തരത്തിലുള്ള ഹു ആർ ആൾ നീഡഡ് എന്നുള്ള ടീമിന്റെ ഭാഗമാകേണ്ടത് ആരൊക്കെയാണ്, അതിനനുസരിച്ചിട്ടുള്ള ഹയറിംഗ് നടത്തുന്നത് പ്രോജക്ട് പ്ലാനിങ് സ്റ്റേജിലാണ്. ദെൻ കംസ് പ്രോജക്ട് എക്സിക്യൂഷൻ. സോ ഇവിടെ നമ്മൾ പ്ലാനിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനി എന്ത് ചെയ്യാണ്, പ്രാക്ടിക്കലി നടത്താൻ പോവുകയാണ്. സോ here we implement plans to deliver specific outcomes while adapting to real time challenges. So നമ്മൾ ഡോക്യുമെന്റ് വൈസ് പ്ലാനിങ്ങിൽ എല്ലാം പറയുകയും കരുതുകയും അലോക്കേറ്റ് ചെയ്യുകയും ചെയ്തു. എക്സിക്യൂഷൻ സ്റ്റേജിൽ നമ്മൾ ഇനി പറഞ്ഞ പ്രകാരം നടത്താൻ പോവുകയാണ്. സോ ഓരോരുത്തർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടി പ്രകാരം ആളുകൾ റിയൽ ടൈമിൽ ഓൺ ഫീൽഡ് പോയി പ്രവർത്തിക്കുന്നു. അതുവഴി ഉണ്ടാകുന്ന ഡേ ടു ഡേ ചാലഞ്ചസ് ആ സമയത്തിൽ തന്നെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, പ്രോജക്ട് കംപ്ലീഷൻ അല്ലെങ്കിൽ പ്രോജക്ട് ക്ലോഷർ ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ആ കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഡേറ്റ നമുക്ക് ലഭിക്കുകയും അതിന്റെ പ്രോപ്പർ അനാലിസിസ് നടത്തുകയും അതിൽ നിന്നൊരു റിസർച്ച് റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോജക്ട് ക്ലോഷർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു ഫൈനൽ പ്രോജക്ട് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വി ഹോസ്റ്റ് റിവ്യൂ വർക്ക്ഷോപ്സ്, അതായത് ഫണ്ടിങ് ഏജൻസിയും അണ്ടർടേക്ക് ചെയ്യുന്ന ഏജൻസിയും കൂടെ ഒന്നിച്ചിരുന്നു കൊണ്ട് ഈ പ്രോജക്റ്റിന്റെ കാര്യവിവരങ്ങൾ അവര് തമ്മിൽ ഷെയർ ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് പ്രോജക്ട് ക്ലോഷർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ യൂണിറ്റ് 1 ഇനി ലെറ്റ് us look at യൂണിറ്റ് 2. യൂണിറ്റ് 2 പ്രോജക്ട് ഐഡന്റിഫിക്കേഷൻ ആണ്. സോ ഒരു പ്രോജക്ട് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പലതരത്തിലുള്ള മെക്കാനിസം ഉണ്ട്. സോ ഒരു NGO അല്ലെങ്കിൽ ഒരു ആക്കഡമിഷ്യൻ അല്ലെങ്കിൽ ആര് വേണോ ആയിക്കോട്ടെ, ഒരു പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ നടത്താൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ചില സ്റ്റെപ്സ് ഉണ്ട്. സോ അതാണ് ഈ 7 കൊടുത്തേക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും, വി പ്രപ്പോസ് മെഷേഴ്സ് ടു സോൾവ് ദി പ്രോബ്ലം ഐഡന്റിഫൈഡ് ഫോർ ദ പ്രോജക്ട് വിൽ ബി വിത്ത് വെൽ ഡിഫൈൻഡ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. സോ ആദ്യം തന്നെ നമ്മളൊരു പ്രോജക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ആ പ്രോജക്റ്റിനെ വ്യക്തമായിട്ട് അവതരിപ്പിക്കും. ആ വ്യക്തമായിട്ടുള്ള അവതരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് എന്താണെന്ന് പറയും. ആൻഡ് ഈ ഒരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് വഴി ആർക്കാണ് ഗുണമുണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ പറയുകയാണ്. ആൻഡ് പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ഡിഫൈൻ ദ പ്രോജക്ട്സ് കോൺസെപ്റ്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. സോ ആ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിശദമായിട്ട് ഡിഫൈൻ ചെയ്യുകയാണ് നമ്മുടെ ആ പ്രോജക്റ്റിന്റെ കോൺസെപ്റ്റ്.
മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി അസസ് ദ നീഡ് ഫോർ ദ പ്രോജക്റ്റ്. അതായത് ഇപ്പോ ഈ ഒരു പ്രസന്റ് സോഷ്യൽ എൻവയൺമെന്റിൽ എന്തുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് എടുക്കണം അല്ലെങ്കിൽ നടത്തണം, അതിൻ്റെ ഒരു ഗുണം എന്താണെന്നുള്ളത് അസസ് ചെയ്യുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഇവിടെയാണ്. ആൻഡ് വി എക്സാമിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ദ പ്രോജക്ട് വിത്ത് ഓൺ ഗോയിങ് റീജിയണൽ ആൻഡ് നാഷണൽ പ്രോജക്ട്. സോ സെയിം തരത്തിലുള്ള മറ്റ് പ്രോജക്റ്റുകൾ മറ്റ് ഏജൻസീസോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏജൻസീസോ നാഷണൽ ഏജൻസീസോ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അതിന്റെ ഒരു എക്സാമിനേഷൻ നടത്തുന്നു. And മറ്റൊന്ന്, we consider the competency of the agency executing the project and explore the possibility for private sector participation in the project. So മറ്റൊന്ന് എന്താണ്? നമ്മൾ ഈ പ്രോജക്റ്റ് ആരാണോ അണ്ടർടേക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യാൻ പോകുന്നത് അവർക്ക് ഇതിന്റെ ഭാഗമാകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് ഇത് എത്രത്തോളം അവർക്കും ഒരു ഗുണമുണ്ടാകുമെന്നുള്ളത് we are assessing. And മറ്റൊരു സ്റ്റെപ്പ് എന്താണ്? we based on the conceptual design draft an estimate of the project cost is prepared. So നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോജക്റ്റിന് വരാൻ സാധ്യത, നമ്മളൊരു ബഡ്ജറ്റ് തീരുമാനിച്ചുകൊണ്ട് ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രോജക്റ്റിന് എത്രത്തോളം ചെലവ് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ അവിടെ ഡിസൈഡ് ചെയ്യുകയാണ്. ആൻഡ് ലാസ്റ്റ്ലി what is the step? We prepare a draft on the feasibility of the project and the possible benefits of implementing this project. So ഏതൊരു പ്രോജക്റ്റ് നമ്മൾ അണ്ടർടേക്ക് ചെയ്യുകയാണെങ്കിലും അത് എത്രത്തോളം പ്രാക്ടിക്കലി നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണെങ്കിൽ ആ പ്രോജക്റ്റിന് ഫണ്ടിങ് ലഭിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പ്രോജക്റ്റ് മേ ബി ലാസ്റ്റ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിലേക്ക് എത്തണമെന്നില്ല. ബിക്കോസ് എന്താണ്? അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അണ്ടർടേക്ക് ചെയ്യുന്ന ഏജൻസിക്ക് ഒരു ബാഡ് റിമാർക്ക് ആണ്. കൂടാതെ ഫണ്ട് ചെയ്ത ഏജൻസിക്ക് നഷ്ടം വരികയാണ് ചെയ്യുന്നത്. ആൻഡ് നോബഡി വിൽ ബി അറ്റ് എ പ്രോഫിറ്റ്. ആർക്കും ഒരു ഗുണം ഉണ്ടാവില്ല ഈ ഒരു പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് വഴി. സോ നോബഡി വിൽ ബെനിഫിറ്റ് ഫ്രം അണ്ടർടേക്കിംഗ് ദിസ് പർട്ടിക്കുലർ പ്രോജക്റ്റ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മൾ ഫീസിബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ധാരണ വരുത്തുന്നു. ആൻഡ് അത് പ്രകാരം ഒരു ഡ്രാഫ്റ്റ്, അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആൻഡ് കൂടാതെ എന്താണ്? ആർക്കൊക്കെ ബെനിഫിറ്റ് ലഭിക്കും ഇങ്ങനെ ഒരു പ്രോജക്റ്റ്, ലാർജ് സ്കെയിൽ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹു ഓൾ ക്യാൻ ബെനിഫിറ്റ് ഫ്രം ഇറ്റ് എന്നുള്ളതും നമ്മളൊരു ധാരണ വരുത്തുകയാണ്. സോ പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് there are different methods and techniques. സോ ആദ്യം തന്നെ നമുക്ക് ടോപ്പ് ഡൗൺ അപ്രോച്ച് ഉണ്ട്, ബോട്ടം അപ്പ് അപ്രോച്ച് ഉണ്ട്, NPT നീഡ് പ്രോബ്ലം ആൻഡ് ട്രെൻഡ് പാറ്റേൺ അപ്രോച്ച് ഉണ്ട്. സോ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാക്രോ ലെവൽ ഗോൾസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വി സ്റ്റാർട്ട് ഫ്രം മാക്രോ ലെവൽ ഗോൾസ് സെറ്റ് ഔട്ട്സൈഡ് ദി ഇമ്മീഡിയറ്റ് കമ്മ്യൂണിറ്റി ആൻഡ് ബ്രേക്ക് them down into smaller tasks assigned to team members. So ഏതൊരു കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണോ നമ്മളൊരു പഠനം നടത്താൻ പോകുന്നത് അവരുടെ പുറമേ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ ഓരോ ടാസ്ക് ആയിട്ട് മാറ്റിക്കൊണ്ട് അത് ഓരോ ടീമിന്റെ അംഗങ്ങൾക്ക് നൽകും. സോ ടോപ്പ് ഡൗൺ അപ്രോച്ചിന് എക്സാമ്പിൾ പറയണേ ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഇന്റർനാഷണൽ കൺവെൻഷൻസിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ടോപ്പ് ഡൗൺ അപ്രോച്ചിന്റെ ഭാഗമാണ്. അതായത് ഒരു ടീം ഇരുന്നുകൊണ്ട് ഇപ്പൊ ബ്യൂറോക്രസി നടക്കുന്നതും ഇത് തന്നെയാണ് അല്ലെ. നമ്മൾ എലക്ട് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? അവര് ഒരു ചെറിയ സംഘം ഇരുന്നുകൊണ്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് അത് നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ സിമിലർ തിങ് ഇസ് ഹാപ്പനിങ് ഇൻ ടോപ്പ് ഡൗൺ അപ്രോച്ച്. സോ ഇതിന്റെ ഒരു പ്രോ ആൻഡ് കോൺ നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ഇതും ഒരു പോസിബിൾ 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാറുണ്ട്. സോ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഇതിന്റെ പ്രോ ആൻഡ് കോൺ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി റെസ്പോൺസീവ് ടു റാപ്പിഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്. സോ ഇതിന്റെ ഒരു നല്ല വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ അവസ്ഥ, സൊസൈറ്റി ഒരു ക്രിട്ടിക്കൽ അവസ്ഥ, അതിപ്പോ ഡിസാസ്റ്ററിന്റെ ഭാഗമായിക്കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ ഫലം കൊണ്ടോ ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഒരു റെസ്പോൺസ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കാൻ ഈ അപ്രോച്ച് നല്ലതാണ്.
പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ജനറേറ്റ് എ കമ്മ്യൂണിറ്റി ഡിപ്പെൻഡൻസി സിൻഡ്രോം ആൻഡ് ഓഫൺ ലാക്സ് ലോക്കൽ ഗ്രാസ് റൂട്ട് പാർട്ടിസിപ്പേഷൻ. സോ ഇതിന്റെ ഒരു ദൂഷ്യം സൈഡ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്മ്യൂണിറ്റി ഡിപ്പെൻഡൻസി സിൻഡ്രോം, അതായത് പുറമെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വേറെ കുറെ ആളുകൾ ഇരുന്ന് തീരുമാനം എടുക്കുകയാണ്. സോ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു കെൽപ്പ് ഇല്ലാണ്ടാക്കുകയാണ്. എപ്പോഴും എന്ത് ചെയ്യും, ആ കമ്മ്യൂണിറ്റി മറ്റാളുകളെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു നേതൃത്വത്തിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്. സോ ആ തരത്തിലൊരു കമ്മ്യൂണിറ്റി ഡിപ്പെൻഡൻസി സിൻഡ്രോം സൃഷ്ടിക്കുന്നു. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ലോക്കൽ ഗ്രാസ് റൂട്ട് ലെവൽ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. കാരണം എന്താണ്, ആ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധമില്ലാത്ത കുറെ ആളുകൾ ഇരുന്നുകൊണ്ടായിരിക്കാം ഒരു തീരുമാനം എടുത്തുകൊണ്ട് അത് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ ആ തരത്തിൽ എന്താണ്, ഇറ്റ് ഈസ് എ കോൺ. സോ ഇതിന്റെ ഭാഗമാകുന്ന ടെക്നീക്സ്, അതായത് മെത്തഡ്സ് എന്ന് പറയേണ്ടത് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്, റാപ്പിഡ് അപ്രൈസൽ ഉണ്ട്, ആൻഡ് നീഡ് അസസ്മെന്റ് സർവേ ഉണ്ട്. സോ ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി സോഷ്യോ എക്കണോമിക് സർവേകളാണ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അത് വഴി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ ഏരിയനെ കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും, അത് ക്ലൈമറ്റ് ആകാം, എക്കണോമിക് ആകാം, എഡ്യൂക്കേഷൻ സിസ്റ്റംസിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ കൾച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ. സോ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് തലത്തിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ സർവേ നമ്മൾ ഏത് രീതിക്കായിരിക്കും ക്യാരി ഔട്ട് ചെയ്യുന്നത്, ഒരു ക്വസ്റ്റിനെയർ ഉപയോഗിച്ചുകൊണ്ടോ, ഇന്റർവ്യൂ കൊണ്ടോ, അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ആൻഡ് ഡയറക്റ്റ് ഒബ്സർവേഷൻ കൊണ്ടായിരിക്കാം നടത്തിയെടുക്കുന്നത്. സോ ദോസ് ആർ ദി ടെക്നീക്സ് ദാറ്റ് ആ പാർട്ട് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന ടെക്നിക്. ഇനി റാപ്പിഡ് അപ്രൈസൽ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് തരത്തിലുണ്ട്, അതായത് റാപ്പിഡ് റൂറൽ അപ്രൈസലുണ്ട്, റാപ്പിഡ് അർബൻ അപ്രൈസലുണ്ട്. സോ റൂറൽ ഏരിയയിൽ അണ്ടർടേക്ക് ചെയ്യുന്നത് റൂറൽ അപ്രൈസലും, മറ്റത് അർബൻ അപ്രൈസലും. സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അസസ്മെന്റ് നടത്തുകയാണ്, അതായത് വേഗത്തിൽ ഒരു ലോ കോസ്റ്റിൽ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് റാപ്പിഡ് അപ്രൈസൽ നടത്തുക. അതായത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് ഒപ്പം തന്നെ അതിന്റെ ഒരു അസസ്മെന്റും കൂടെ നടത്തി പോവുകയാണ്. സോ ഈ ഒരു മെത്തഡിൽ ഐദർ നമ്മൾ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ് നടത്തുന്നത്. സോ ഈ രണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ഡേറ്റ ശേഖരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ആ ഡേറ്റയുടെ അനാലിസിസും കൂടെ നടത്താൻ സാധിക്കുകയാണ്. മറ്റൊരു മെത്തഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി നീഡ് അസസ്മെന്റ് സർവേ. സോ ഇതിനെ സിറ്റാൻ എന്ന് പറയും, അതായത് സിറ്റുവേഷണൽ അനാലിസിസ്, അതിനെയാണ് സിറ്റാൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു മറ്റൊരു പേരാണ്. So this mostly involves fact finding about the problems or needs in a given area, and this helps to identify the solution. So ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, ആൻഡ് ആ പ്രശ്നം പരിഹരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കഴിയുന്ന തരത്തിലുള്ള സൊല്യൂഷൻസും കൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് നീഡ് അസസ്മെന്റ് സർവേ. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം അപ്പ് അപ്രോച്ച്. സോ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും എന്താണ്, നമ്മൾ ഒരു മൈക്രോ നിന്ന് മാക്രോയിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇവിടുത്തെ ഒരു മെക്കാനിസം നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് റൂട്ടഡ് ഇൻ ഡെമോക്രാറ്റിക് ബ്രെയിൻ സ്റ്റോമിംഗ് വെയർ പ്രോജക്ട് ബെനിഫിഷ്യറീസ് ഐഡന്റിഫൈ ആൻഡ് പ്ലാൻ ഓപ്പറേഷൻസ് യൂസിങ് ദെയർ ഓൺ ഇമീഡിയറ്റ് കമ്മ്യൂണിറ്റി ക്യാപിറ്റൽ. സോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്, ഏതൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏതൊരു വിഭാഗത്തിനാണോ നമ്മൾ പഠിക്കുന്നത് അവരും കൂടെ എന്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് തന്നെയാണ് ഒരു പ്രോജക്റ്റ് രൂപം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നിർമ്മിച്ച് വരുന്നത്. സോ ഇതിന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൊടുത്തിട്ടുണ്ട്. സോ അതൊരു ഹോളിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ അടുത്ത പ്രത്യേകത എന്താണ്, ലോക്കൽ റിസോഴ്സ് പ്രിസർവേഷൻ നടത്താൻ സാധിക്കുന്ന ഒരു ഹൈ ലോക്കൽ റിസോഴ്സ് പ്രിസർവേഷന് സാധ്യത ഉള്ള ഒന്നാണ്. ആൻഡ് ദർ ഇസ് സ്ട്രോങ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഹൈ സസ്റ്റൈനബിലിറ്റി. അതായത് പുറത്തു നിന്നൊരു ഏജൻസിയോ ഒരു വ്യക്തിയോ വേറൊരു ആവശ്യം അല്ലെങ്കിൽ വേറൊരു ഒരു ഫണ്ടിങ്ങിന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റീനെ പഠിക്കുമ്പോഴത്തേക്ക് എന്തില്ല, അവിടെ അവർക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അതായത് ആ വ്യക്തിക്ക് എന്ത് മാത്രമാണ് ഈ ഒരു പ്രോജക്റ്റ് ഫണ്ടിങ് ലഭിക്കുന്നതുകൊണ്ട് നടത്തിയെടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പെർട്ടിക്കുലർ ഏതൊരു കമ്മ്യൂണിറ്റീനാണോ നമ്മൾ പഠിക്കുന്നത് അവർ തന്നെ ആ പ്രോജക്റ്റിന്റെ ഭാഗമാകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഇത് നടത്തണം അല്ലെങ്കിൽ ഇത് കംപ്ലീഷനിലേക്ക് എത്തണം എന്നുള്ളൊരു ബോധ്യമുണ്ടാകും. അതുകൊണ്ട് അത് ഹൈലി സസ്റ്റൈനബിൾ ആയിരിക്കും. കൂടാതെ ഒരു സ്ട്രോങ് അക്കൗണ്ടബിലിറ്റി, അതായത് ഇത് നമ്മൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ആണ്, നമ്മളുടെ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് അതിൽ ബോധപൂർവം അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും.
പക്ഷെ ഇതിന്റെ ഒരു നെഗറ്റീവ് തലം നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സ്ട്രക്ചറലി ടൈം കൺസ്യൂമിങ്. ഈ പറയുന്ന പോലെ ഒരു പാർട്ടിസിപ്പേറ്ററി മെത്തഡ് ആയതുകൊണ്ട് എന്താണ് കൂടുതൽ സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള പ്രശ്നങ്ങൾ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിക്കൊണ്ട് തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് ലോക്കലൈസ്ഡ് ഫോക്കസ് മൈറ്റ് ക്ലാഷ് വിത്ത് മാക്രോ നാഷണൽ ഓർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റൽ പ്രയോറിറ്റീസ് ഓൾസോ. സോ മറ്റൊരു പ്രശ്നം എന്താണ്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉള്ള കോൺഫ്ലിക്റ്റിംഗ് ഫാക്ടേഴ്സ് മേ ബി എന്ത് ചെയ്യണമെന്നില്ല, നമ്മുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഗോൾസുമായിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. സോ ആ ഒരു മിസ്മാച്ച് ഓൾസോ ബി എ പ്രോബ്ലം. സോ ഇതിന്റെ ഭാഗമാകുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമേഷൻ ഒന്നാണ്, മറ്റൊന്ന് ഫെസിലിറ്റേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേറ്ററി റൂറൽ urban അപ്രൈസൽ. മറ്റൊരു നമ്മൾ പറഞ്ഞ എന്താണ്, റാപ്പിഡ് റൂറൽ അല്ലെങ്കിൽ urban അപ്രൈസൽ. ഇത് PRA ആൻഡ് PUA. സോ ആനിമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് അവരുടെ കഴിവുകളും കെൽപ്പുകളെയും കുറിച്ചൊരു ബോധ്യം നൽകിക്കൊണ്ട് അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് അവരെ ആനിമേറ്റേഴ്സ് ആക്കി മാറ്റുകയാണ്. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കുന്നു. അതിൽ നിന്ന് അത് പരിഹരിക്കാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടെന്നുള്ള ഒരു ബോധം നൽകിക്കൊണ്ട് വി ബിൽഡ് ദ കോൺഫിഡൻസ് ആൻഡ് എന്ത് ചെയ്യുന്നു, അതുവഴി അവരെ എൻകറേജ് ചെയ്യുകയാണ് ആ പ്രശ്നത്തിനെ നേരിടാനായിട്ട്. സോ അതിനെയാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. സോ അവർക്ക് ആ ഒരു കെൽപ്പ് നൽകുന്നത് വഴി നമ്മൾ അവരെ ആനിമേറ്റേഴ്സ് ആക്കി മാറ്റുകയാണ്. ആൻഡ് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി ഫെസിലിറ്റേഷൻ ഓർ കമ്മ്യൂണിറ്റി ആക്ഷൻ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, വി ആർ എക്യുപ്പിംഗ് ഇൻഡിവിജ്വൽസ് വിത്ത് ദി പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അതായത് നമ്മളൊരു ഫെസിലിറ്റേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, നമ്മൾ ആ ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കെൽപ്പ് അല്ലെങ്കിൽ സ്കിൽസ് നൽകിക്കൊണ്ട് അവരെ തന്നെ അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിപ്പിക്കുന്നതാണ് ഫെസിലിറ്റേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പാർട്ടിസിപ്പേറ്ററി റൂറൽ അല്ലെങ്കിൽ urban അപ്രൈസൽ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് മേഖലകളിൽ അണ്ടർടേക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. സോ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുകയാണ്, കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും കമ്മ്യൂണിറ്റിയുടെ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടിസിപ്പേറ്ററി ലെവലിൽ നിന്നുകൊണ്ട് അവരെ കൊണ്ട് തന്നെ അവരുടെ പ്രശ്നം എന്താണെന്നും ഐഡന്റിഫൈ ചെയ്യുന്നു, ആ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്നും ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുന്നതാണ് പാർട്ടിസിപ്പേറ്ററി റൂറൽ അല്ലെങ്കിൽ urban അപ്രൈസൽ. ഇനി സ്കോപ്പ് ഓഫ് ദ പ്രോജക്റ്റ് പറയുമ്പോഴത്തേക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് പ്രോജക്ട് സ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഐഡിയ ഉണ്ട് അല്ലേ. ആ പെർട്ടിക്കുലർ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ്. അതായത് വ്യക്തമായിട്ട് പ്രോജക്റ്റിന്റെ ബൗണ്ടറീസ് എന്താണ്, കോസ്റ്റ് എന്താണ്, ടൈം ലൈൻസ് എന്താണ്, ഡെലിവറബിൾസ് എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു പാർട്ടാണ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആണ് പ്രോജക്ട് സ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക്. സോ പ്രോജക്ട് സ്കോപ്പിന്റെ ഒരു ഭാഗമാകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സ്കോപ്പ് ക്രീപ്പ്. സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ ഹൈ റിസ്ക് പ്രോജക്ട് മാനേജ്മെന്റ് ഫിനോമിന where misinformation or loose planning causes a project's task to swell beyond its original constraint, causing budget overruns and timeline slippage. സോ സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇനിഷ്യലി പ്രോജക്റ്റ് ആരംഭിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ, അതായത് പ്രോജക്റ്റിന്റെ ഇനിഷ്യൽ സ്റ്റേജിലും പ്രോജക്ട് പ്ലാനിങ് സ്റ്റേജിലും എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ തെറ്റുകളോ മിസ്റ്റേക്കുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന പല ഘട്ടങ്ങൾ ഒബ്ജക്റ്റീവ്സിൽ തെറ്റുണ്ടാകാം, അല്ലെങ്കിൽ അവിടെയാണ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ടൈം ഫ്രെയിമിലോ ബഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾക്ക് പ്രോജക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നടത്തിയെടുക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. സോ അതിനെയാണ് സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത്. സോ അത് ഉണ്ടാകുന്ന എപ്പോഴാണ്, ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിൽ പോരായ്മകൾ ഉള്ളപ്പോഴത്തേക്കാണ് നമ്മൾ എൻവിഷൻ ചെയ്തേണ്ട പുറമെ നമ്മുടെ പ്രോജക്റ്റ് പോകും. അതായത് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് അതിന് ചെയ്തു തീർക്കാൻ സാധിച്ചെന്ന് വരത്തില്ല, കൂടാതെ നമ്മുടെ ബഡ്ജറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങിയെന്ന് വരത്തില്ല. സോ ഇതെല്ലാം എന്ത് ചെയ്യും, നമ്മുടെ പ്രോജക്റ്റിന്റെ സ്കോപ്പിനെ ബാധിക്കുന്നു. സോ അതിനെയാണ് സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫീസിബിലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി സ്റ്റഡിയാണ്. അത് നാളെ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഇന്ന് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നാളെയും ഇതേ സമയം തന്നെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്. പരമാവധി എല്ലാവരും ജോയിൻ ചെയ്യണം. Okay, madam. ഓക്കെ.